നമ്മള് ഇന്ന് ഒരു ഓണാഘോഷ പരിപാടിയിലാണ് ഉള്ളത്. സ്മിത ടീച്ചറുടെ വീട്ടിലാണുള്ളത്. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ റഫീഖ് പറമ്പത്തുണ്ട്, അതേപോലെ അനീഷ് കടുമേനിയുണ്ട്, അതേപോലെ നമ്മുടെ പ്രാപ്പോൽ നാരായണ മാസ്റ്റർ ഉണ്ട്. ഓണാഘോഷ പരിപാടിയിൽ വേണ്ടി ഒരു അവാർഡ് ദാന ചടങ്ങ് നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. തിരുവോണ ദിവസം ഒരു വിശിഷ്ട വ്യക്തിയെ ആദരിക്കുന്നതിൻ്റെ വീഡിയോ ആണിത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത്രയും ദിവസമായിട്ടും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അധ്യാപക ദിനത്തിൽ കുണ്ടന്തടം ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപിക സ്മിത ടീച്ചറെ ആദരിക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. മാധ്യമപ്രവർത്തകനും സോഷ്യൽ വർക്കറും ഗാന്ധിയൻ പഠനകേന്ദ്രം ഭാരവാഹിയുമായ ഹാരിസ് പെരിങ്ങോമാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. അധ്യാപകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രാപ്പോയിൽ നാരായണ മാഷ്, ബ്ലോഗർ അനീഷ് കടുമേനിയും കൂടെയുണ്ട്. ഒരൽപ്പം വൈരൂപ്യം ഉള്ളവരെ കണ്ടാൽ ഒന്ന് ചിരിക്കാൻ മടിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഒരുമിച്ചൊരു സെൽഫി എടുക്കുമ്പോൾ നിറമൽപ്പം കുറവുള്ളവരെ, അല്പം സൗന്ദര്യം കുറവുള്ളവരെ മാറ്റി നിർത്തുന്ന മാനസികാവസ്ഥയുള്ള അവിടെയാണ് ടീച്ചറും ടീച്ചറുടെ ചിന്തകളും പ്രസക്തമാവുന്നത്. ഭിന്നശേഷിയുള്ള കുട്ടികളെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ച് പരിപാലിച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന വേറിട്ടൊരു വ്യക്തിത്വമാണ്. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ടീച്ചർ അവരെ ചേർത്ത് പിടിക്കുന്നത്. ഉദ്ഘാടകൻ പ്രാപ്പോൽ നാരായണൻ മാസ്റ്റർ, അതുപോലെ തന്നെ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന റഫീഖ് പറമ്പത്ത്, അനീഷ് കടുമേനി, ആദരണീയനായ നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ അധ്യാപിക കെ സ്മിത ടീച്ചർ. ഇന്ന് 3 ഉത്സവങ്ങൾ സംഗമിക്കുന്ന ഒരു ദിവസമാണ്. ഈ ദിവസത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഓണവും അതുപോലെ തന്നെ മിലാദി ഷരീഫും അതുപോലെ തന്നെ അധ്യാപക ദിനവും സംഗമിക്കുന്ന ഒരു ദിവസത്തിലാണ് നമ്മൾ ഈ സ്ഥലത്ത് ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മുടെ കുണ്ടന്തടം ഏഞ്ചൽസ് ഹോമിലെ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപികയാണ് കെ സ്മിത ടീച്ചർ. ആ ടീച്ചർക്ക് ഗാന്ധിയൻ പഠന കേന്ദ്രത്തിൻ്റെ ഒരു അവാർഡ് വിതരണമാണ് ഈ അധ്യാപക ദിനത്തിൽ നടക്കുന്നത്. ഗാന്ധിജി എന്നുള്ള പ്രതിരൂപം അല്ലെങ്കിൽ ഗാന്ധിജി എന്നുള്ള ആശയം ലോകതലത്തിൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന് ജാതി ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു പഠന കേന്ദ്രമാണ് ഗാന്ധിയൻ പഠന കേന്ദ്രം. ഈ ഗാന്ധിയൻ പഠന കേന്ദ്രത്തിൻ്റെ ഈ വർഷത്തെ അധ്യാപക ദിനത്തിൽ ഈ അധ്യാപക ശ്രേഷ്ഠരായ അധ്യാപകരെ എല്ലാ വർഷവും ആദരിക്കാറുണ്ട്. ഈ വർഷം നമുക്ക് മുന്നിൽ വന്നിട്ടുള്ള പേര് കെ സ്മിത ടീച്ചറുടേതാണ്. ഒരു പക്ഷേ സ്വന്തം ജീവിതത്തെ തന്നെ തകിടം മറിക്കും എന്ന് ബോധ്യമുള്ളപ്പോഴും സത്യം പറയും എന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത ഒരു മഹാത്മാവിൻ്റെ പേരാണ് ഗാന്ധിജി എന്നത്. അഹിംസ എന്ന ദൗത്യത്തെ ബുദ്ധനിൽ നിന്നോ മഹാവീരനിൽ നിന്നോ ഭാരതത്തിൻ്റെ പ്രത്യേക സന്ദേശമായിട്ട് ഭാരതം അഹിംസയുടെ നാടാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ ഒരാളാണ്. ക്ഷമയുടെയും സഹനത്തിൻ്റെയും പര്യായം. എത്രമാത്രം ആപൽക്കരമായെങ്കിലും സത്യം തുറന്നു പറയുക എന്ന തീരുമാനമെടുത്ത ഒരു മഹാമാനുഷി. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഗാന്ധിയൻ പഠന കേന്ദ്രത്തിൻ്റെ ഈ ചടങ്ങിൽ, പ്രത്യേകിച്ചും അധ്യാപക ദിനത്തിൽ, ഈ ദിനത്തിൻ്റെ വൈശിഷ്ട്യങ്ങൾ ഹാരിസ് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അധ്യാപക ദിനമാണ്, ഒപ്പം നബിദിനമാണ്. അതിൻ്റെ കൂടെ മറ്റൊരു പ്രത്യേകതയും കൊണ്ട് മലയാളികൾ എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്ന തിരുവോണവുമാണ്. ഈ ദിവസമാണ് നമ്മൾ സ്മിത ടീച്ചറെ ആദരിക്കാനും തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇത് സംസാരത്തിനുള്ള സമയമല്ലാത്തതിനാൽ ഞാൻ ദീർഘമായിട്ട് പോകുന്നില്ല. ഇവിടെ വളരെ പ്രഗത്ഭരായ ആളുകൾ ഈ വേദിയിലുണ്ട്. അവരെയൊക്കെ ഉദ്ഘാടകനും അതേപോലെ അധ്യക്ഷനും സ്വാഗത ഭാഷകനും അധ്യക്ഷനും പരിചയപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഞാൻ മറ്റൊരു പരിചയപ്പെടുത്തലിലേക്ക് കടക്കുന്നില്ല. ഇത് കൈമാറാലോ അല്ലേ? അപ്പോൾ ഭിന്നശേഷി വിദ്യാർത്ഥികളെ സാമൂഹ്യ ധാരണയിലേക്ക്, നമ്മുടെ സാധാരണ സാമൂഹ്യതയിലേക്ക് കൊണ്ടുവരുന്ന സ്മിത ടീച്ചറെ ഗാന്ധിയൻ പഠന കേന്ദ്രത്തിന് വേണ്ടി പുരസ്കാരം നൽകി ആദരിക്കുന്നു. കിഴക്കോട്ടുള്ള യാത്രക്കിടയിൽ ഹാരിസ് പെരിങ്ങോം പരിചയപ്പെടുത്തിയതിനും മുകളിലായിരുന്നു ടീച്ചർ. ഒരു പക്ഷേ അത്രയൊന്നും പരിഗണിക്കപ്പെടാതെ പോകുമായിരുന്ന കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് നടത്താനുള്ള ടീച്ചറുടെ ശ്രമങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇനിയും ടീച്ചറെ തേടി അംഗീകാരങ്ങളെത്തട്ടെ. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഹാരിസ് പെരിങ്ങോമിന് നന്ദി.
കേൾക്കുന്നത് ഒരു പട്ടം കൊട്ടാരം നീലാവിലെ മഞ്ഞിൽ മാർബിൾ കൊട്ടാരം